ഹായ് CS സ്റ്റുഡൻസ്, നമ്മളുടെ ജനുവരി 2026 എക്സാമിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ഇന്ന് CA ഫൈനൽ തുടങ്ങും, നാളെ CA ഇൻറ്റർവ്യൂ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ എക്സാമിനേഷനിൽ, എക്സാം ഡേയിൽ, എക്സാം എഴുതുമ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ. അപ്പം ആദ്യം ഞാൻ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം, അതിനുശേഷം പേപ്പർ സ്പെസിഫിക് ആയിട്ട് FR അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് പേപ്പർ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഓൾറെഡി എക്സാം ഇപ്പോൾ തുടങ്ങുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്താണോ എക്സാമിനേഷന് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്, റിവൈസ് ചെയ്തിട്ടുള്ളത്, അത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക. നിങ്ങൾ പുതുതായിട്ടൊരു ടോപ്പിക്കോ കാര്യങ്ങളോ ഒന്നും ഇനി പഠിക്കാനായിട്ട് നിൽക്കരുത്. ഇനി നിങ്ങളുടെ ടൈം അതിനുവേണ്ടി വേസ്റ്റ് ചെയ്യരുത്. കാരണം ഓൾറെഡി നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിരിക്കുന്ന എവിടെ വരെയാണോ, നിങ്ങൾ പഠിച്ചിരിക്കുന്ന എവിടെ വരെയാണോ, അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ടുള്ള മാർക്ക് എന്തായാലും കിട്ടുന്ന രീതിയിലായിരിക്കും നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. സോ ബി കോൺഫിഡൻറ്റ് on that, and you are not required to learn any additional concept at this point in time. അതാണ് ഫസ്റ്റ് പറയാനായിട്ടുള്ളത്. ആരെങ്കിലും ഒരു പുതിയ അമെൻമെൻറ്റോ ഒരു സാധനങ്ങൾ ഇത് നീ നോക്കിയില്ലെന്ന് ചോദിച്ചാൽ ഒന്നും പാനിക് ആവണ്ട. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അത് നിങ്ങൾക്ക് ഏതാണ് ഓപ്ഷനിൽ ഒരു 20 മാർക്സ് അപ് ടു 20 മാർക്സ് അറൗണ്ട് ഒരു 14-18 മാർക്സ് നമുക്ക് വിടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസിൽ വിടുന്ന ടോപ്പിക്കിൽ അത് ഉള്ള ക്വസ്റ്റ്യൻ ഏതാണോ അത് ഞാൻ വിടും. അല്ലെങ്കിൽ ചോദിച്ചാൽ തന്നെ ഏതാണ് ഒരു പുതിയ ടോപ്പിക്ക് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലാത്തൊരു ടോപ്പിക്ക് ചോദിച്ചാൽ ഇറ്റ് മേ ബി 4 മാർക്സ് ഓർ 5 മാർക്സ് ഓർ മാക്സിമം 8 മാർക്സ്. അപ്പം ആ ഒരു രീതിയിലേ നിങ്ങൾക്ക് അതിന് ഇമ്പാക്റ്റ് വരുള്ളൂ. അതോർത്ത് നിങ്ങൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി, നിങ്ങൾ ഈ പറയുന്ന എക്സാംസ് എഴുതാനായിട്ട് വരുമ്പോൾ എക്സാമിനേഷൻ്റെ വെന്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ ഒന്ന് എത്താനായിട്ട് ശ്രമിക്കുക. നല്ല ഉറക്കം കാര്യങ്ങൾ, അതുപോലെ തന്നെ വെള്ളം ആവശ്യമുള്ളവർ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ആവശ്യം നന്നായിട്ട് കുടിക്കുക. കാരണം ഉച്ച കഴിഞ്ഞാൽ എക്സാംസ്, ഡീഹൈഡ്രേഷൻ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുക. ആ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുക. ഇനി എക്സാമിലേക്ക് വരുമ്പോൾ, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന പെർസ്പെക്റ്റീവിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് നമുക്ക് നമ്മളുടെ റീഡിംഗ് ടൈം എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റീഡിംഗ് ടൈമിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് MCQs ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. MCQs കമ്പൽസറി ആണ്, നിങ്ങൾക്ക് അതിനകത്ത് ഓപ്ഷൻസ് ഒന്നുമില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്, അതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും എഴുതിയേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ആദ്യം വായിച്ച് സമയം കളയാതെ ഫസ്റ്റ് യു ഗോ ടു ക്വസ്റ്റ്യൻ നമ്പർ 2. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 മുതൽ ക്വസ്റ്റ്യൻ നമ്പർ 6 വരെയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിക്കുക. കമ്പൽസറി ക്വസ്റ്റ്യൻസും MCQs ഒഴിവാക്കി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കുക. അത് വായിച്ചിട്ട് അതിൽ നിന്ന് ലീവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതാണ്, ആദ്യം എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ലീവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ നമ്പർ 2 മുതൽ 6 വരെ ഫസ്റ്റ് വായിക്കുക. അപ്പോൾ 2 മുതൽ 6 വരെ വായിച്ചതിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് വിടേണ്ട ക്വസ്റ്റ്യൻ ഏതാണെന്ന് കിട്ടും. അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ക്വസ്റ്റ്യൻ, ചിലർക്ക് കമ്പൽസറി ക്വസ്റ്റ്യൻ ആയിരിക്കും എഴുതാൻ വേണ്ടി ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമ്പൽസറിയും കൂടി വായിച്ചു നോക്കുക. അതിൻ്റെ ബേസിസിൽ ഫസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ ആണ് എഴുതേണ്ടത് എന്നുള്ളതും നിങ്ങൾ കൺസിഡർ ചെയ്യുക. ആ ഓർഡർ ഒന്ന് സെറ്റ് ചെയ്യുക. ആ ഓർഡർ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു 2 to 3 ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ, അറൗണ്ട് ഒരു 40 മാർക്സോളം ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആദ്യം അറ്റൻഡ് ചെയ്യുക. ആ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ അത്രയും അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ MCQ വായിക്കാൻ പോലും വന്നാൽ മതി. കാരണം MCQ ലെങ്തി ആയിട്ടുള്ള കേസ് സിനേരിയോ ക്വസ്റ്റ്യൻസ് ആണ് CA ഇന്റർ ആണെങ്കിലും ഫൈനൽ ആണെങ്കിലും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് വായിച്ച് അതിൻ്റെ MCQൻ്റെ സോൾവ് ചെയ്ത് വരാനായിട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ MCQയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ 1-2 തവണ MCQ ഒക്കെ വായിച്ച് അതൊന്ന് ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം പോയാൽ യു വിൽ ഗെറ്റ് പാനിക്. അപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, MCQ ചെയ്യാതെ ഒരു 3 ക്വസ്റ്റ്യൻസോളം നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം MCQ എന്തായാലും അറ്റൻഡ് ചെയ്യണം. MCQയിലേക്ക് വരിക. MCQവിൻ്റെ റിക്വയർമെൻറ്റ് ആദ്യം വായിച്ചു നോക്കുക. MCQയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ടാവും, ഈ പറയുന്ന MCQയിൽ വളരെ വലിയ സിനേരിയോ ആയതുകൊണ്ട് ഒരു തവണ വായിച്ചിട്ട് റിക്വയർമെൻറ്റിലേക്ക് വരുമ്പം റെലവൻറ്റ് ഡേറ്റ ഏത്, ഇറലവൻറ്റ് ഡേറ്റ ഏത് എന്ന് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരാം. അത് വരാതിരിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം റിക്വയർമെൻറ്റ് ജസ്റ്റ് ഒന്ന് ഗ്ലാൻസ് ത്രൂ പോവുക. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് റെലവൻറ്റ് ഏതാ ഇറലവൻറ്റ് ഏതാ വായനയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഇവാലുവേഷൻ കൊണ്ടുപോവുക. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ MCQ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 100 മാർക്സും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ ഫിലോസഫി ഏതാണ്, 6 ആവറേജ് ആൻസേഴ്സ് ഇസ് ബെറ്റർ ദാൻ 5 ഗുഡ് ആൻസേഴ്സ്
എന്നുള്ള രീതിയിലായിരുന്നു പണ്ടൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൗ ടു ഫേസ് ഈ എക്സാംസ് എന്ന് പറയുന്ന ഡോക്യുമെന്റിൽ തന്നെ ഇട്ടിരുന്നത്. അപ്പോൾ ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന ഫിലോസഫി, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സംഭവം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ അത്രയും കൂടി നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് നിങ്ങൾ എക്സാമിൽ ഷോക്കേസ് ചെയ്യുക. അപ്പോൾ ബേസിക്കലി നിങ്ങൾ 100 മാർക്സിന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു 25-30 മിനിറ്റ്സ് ഒരു ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്തിട്ട് ബാക്കി ഒരു അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് അറൗണ്ട് 100 മാർക്സിലേക്കുള്ള എല്ലാത്തിലേക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് സ്റ്റെപ്പ് മാർക്കിംഗ് ആണ്. അപ്പോൾ സ്റ്റെപ്പ് മാർക്കിംഗ് വരുമ്പോൾ നമുക്ക് ബേസിക്കലി ആ ഒരു രീതിയിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് മാർക്സും അവൈലബിൾ ആവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പേപ്പർ സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പേപ്പർ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്, രണ്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തുകൊണ്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് അല്ലെങ്കിൽ പേപ്പേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ റിക്വയർമെന്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. ചിലപ്പോൾ ജേണൽ എൻട്രി എഴുതാനായിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളോട് ബാലൻസ് ഷീറ്റിന്റെ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടായിരിക്കാം, ചിലപ്പോൾ ഹൗ ടു പ്രസന്റ് ദിസ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്കസ് ഇൻ വിത്ത് റെസ്പെക്ട് ടു റെലവന്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിരിക്കാം, ഡിസ്കസ് അലോങ് വിത്ത് ആപ്ലിക്കബിൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കാം, ഡിസ്കസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ആയിരിക്കും. ഇങ്ങനെ എന്താണ് റിക്വയർമെന്റ് എന്ന് നോക്കുക. ഇപ്പോൾ ആപ്ലിക്കബിൾ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ഡിസ്കസ് ചെയ്യുക, റെലവൻറ്റ് സ്റ്റാൻഡേർഡ്സ് വെച്ച് ഡിസ്കസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സ്റ്റാൻഡേർഡ്സ് ഇൻവോൾവ് ആണെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇഫക്റ്റ് നമ്മൾ ആൻസറിൽ കൊടുക്കേണ്ടതായിട്ട് വരും. വേറാസ് ഒരു സിംഗിൾ സ്റ്റാൻഡേർഡിൻ്റെ ഒരു റെഫറൻസ് ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡിൻ്റെ കോൺടെക്സ്റ്റിൽ മാത്രം നിന്നുകൊണ്ട് പറഞ്ഞാൽ മതിയാവും. സെക്കൻഡ്ലി, അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് എന്താണോ റിക്വയർമെന്റ് അത് ഫുൾഫിൽ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം അതിന് മാർക്കുണ്ട്. ഇനി ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ തിയറി ക്വസ്റ്റ്യൻ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ പ്രോബ്ലം ക്വസ്റ്റ്യൻ, നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ പ്രൊവിഷൻസ് അപ്ലൈ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യണം. ഒത്തിരി ഭയങ്കര വലുതായിട്ട് പാരഗ്രാഫായിട്ട് 3-4 പാരഗ്രാഫ് എഴുതി വെക്കണം എന്നല്ല, എന്താണോ ആ കോണ്ടെക്സ്റ്റിൽ അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നതിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഏതൊക്കെയാണോ അത് വളരെ ക്രിസ്പ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. അതിന് ഓൺ ലാംഗ്വേജ് ഒരിത്തിരി വന്നോർത്ത് പ്രശ്നമൊന്നുമില്ല, ഓൺ ലാംഗ്വേജിൽ തന്നെ വരാം. കീ വേർഡ്സ് മാറിപ്പോകാതെ, അർത്ഥം മാറിപ്പോകാതെ നിങ്ങൾ എഴുതിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ അത് കോട്ട് ചെയ്യണം. പിന്നെ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ചെറിയ ചെറിയ ചില കാര്യങ്ങളിൽ മാർക്ക് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ റൗണ്ട് ഓഫ്. ഇപ്പം നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ലെറ്റസ് സേ നിങ്ങളുടെ ലീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ലീസിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരു ലീസ് ലയബിലിറ്റിയുടെ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് അവിടെ ഒരു അവസാനം ഒരു റൗണ്ട് ഓഫ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ റൗണ്ട് ഓഫ് ഡിഫറൻസ് ആയിട്ട് തന്നെ കിടന്നാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ മാർക്ക് കുറയ്ക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾ ചെയ്യരുത്. ഈ റൗണ്ട് ഓഫ് ഇയർ എൻഡിലെ റൗണ്ട് ഓഫ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൽ അവർ പറയുന്നുണ്ടാവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യേണ്ടത് അബ്സല്യൂട്ട് ടേംസിലാണ്. ലാസ്റ്റ് കൺസോൾട്ടേഷൻ ക്വസ്റ്റ്യൻ ഇപ്പം CA ഫൈനലിൽ വന്നതാണെങ്കിൽ തന്നിരിക്കുന്ന ലാക്സിലുള്ള ഫിഗേഴ്സ് ആണ്, ബട്ട് അബ്സല്യൂട്ട് ഫിഗേഴ്സിൽ ഫിനാൻഷ്യൽസ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അങ്ങനെ തന്നെ ആൻസർ ചെയ്യുക. അതുപോലെ തന്നെ റൗണ്ട് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് തന്നെ റൗണ്ട് ചെയ്തൊക്കെ ആൻസേഴ്സ് എഴുതുക. നിങ്ങൾ ഡെസിമൽ പോയിന്റ്സ്, നിങ്ങൾ ഡിസ്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ട് ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ദി സെയിം ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ് മസ്റ്റ് ബി യൂസ്ഡ്. അതല്ലാത്ത യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. നേരെ മറിച്ച് അതുപോലെ തന്നെ ക്വസ്റ്റ്യന് തന്നിട്ടില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ 3 ഡെസിമൽ പോയിന്റ് അല്ലെങ്കിൽ 4 ഡെസിമൽ പോയിന്റ് വരെ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡെസിമൽ പോയിന്റ് കാര്യങ്ങൾ എടുക്കുക ഫോർ ഡിസ്കൗണ്ട് ഫാക്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ പോയി എക്സാംസ് എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും പാസ്സാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.